നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഏകാദശി. ഏകാദശി ഒരു വ്രതമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഏകാദശി വ്രതം ഒരു മാസത്തിൽ 2 ഏകാദശി, അങ്ങനെ മൊത്തം 24 ഏകാദശികളുണ്ട്, വെളുത്ത പക്ഷത്തിലെയും കറുത്ത പക്ഷത്തിലെയുമായിട്ട്. ഞാൻ ഇന്നൊരു ഏകാദശിയുടെ, അത് പ്രത്യേകിച്ച് ഈ മാസം മലയാള മാസം ധനുമാസമാണ്. ധനുമാസത്തിൽ വരുന്ന ഏകാദശിയാണ് കൃഷ്ണൈക ഏകാദശി. ആ കൃഷ്ണൈക ഏകാദശിയുടെ ഒരു കാര്യമാണ്, കഥയാണ് പറയുന്നത്. എല്ലാ ഏകാദശിക്കും പ്രത്യേകം പേരും ഒക്കെയുണ്ട്. ഈ കഥയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടിയാണല്ലോ പ്രധാനം ഏകാദശി വ്രതം ഇഷ്ടപ്പെടുന്നത്. ആ ഏകാദശി ഭഗവാന്റെ ആ സഹസ്രനാമങ്ങളിൽ കേൾക്കാം ഒരു പേര് മുരാരി എന്ന് പേരുണ്ട്. എന്താ ഈ മുരാരി? അരി എന്ന് പറഞ്ഞാൽ ശത്രു, മുരാരി എന്ന് പറഞ്ഞാൽ മുരൻ എന്ന അസുരനെ വധിച്ച ആളാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ടാണ് മുരാരി എന്ന് പറയുന്നത്. ആ ഒരു കഥയാണ് മുരാരി. കൃഷ്ണൈക ഏകാദശി ഉണ്ടാകാനും കൃഷ്ണൻ മുരാരിയാകാനും ഉള്ള കഥ. പണ്ട് മുരൻ എന്ന് പറയുന്ന ഈ അസുരൻ ഇങ്ങനെ, അസുരന്മാർ തന്നെ ദുഷ്ടന്മാരാണെന്നൊക്കെയല്ലേ വെപ്പ്. എല്ലാവരും ദേവന്മാരാണ്, അവർക്ക് ശത്രുക്കളും സാധാരണക്കാരെയൊക്കെ ഉപദ്രവിക്കും, അങ്ങനെയൊക്കെയല്ലേ. മുരന് ശക്തി പോരാ, മറ്റുള്ളവരെ ഉപദ്രവിക്കണേ, തൻ്റെ പ്രതാപം പോരാന്ന് തോന്നി ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മദേവനാണല്ലോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക, ചോദിക്കണവരപ്പം തന്നെ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഈ മുരൻ കുറേ കാലമൊക്കെ തപസ് ചെയ്തു, ബ്രഹ്മാവിനെ സ്തുതിച്ചുകൊണ്ട് തപസ്സൊക്കെ ചെയ്തു. ബ്രഹ്മാവ് ഒട്ട് പ്രത്യക്ഷപ്പെട്ടില്ല. മുരന് വല്ലാണ്ട ദേഷ്യം വന്നു. മുരൻ പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ തന്നെ തല കണ്ടിച്ച് കുണ്ടത്തിലേക്ക് ഇട്ടിട്ട് തപസ് ചെയ്യാൻ പോവാം. എനിക്ക് ജീവിച്ചിരിക്കണ്ട, ഞാൻ ഉദ്ദേശിക്കുന്ന വരം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട വരം തരണ വരെ ഞാൻ ഇനി തപസ് ചെയ്യാൻ പറ്റില്ല എനിക്ക്, ഞാൻ കഴുത്ത് ഹോമിക്കാൻ പോവാം എന്ന് പറഞ്ഞ് വാളെടുത്തു. അഗ്നിയൊക്കെ കൂട്ടി വിറകൊക്കെ കൂട്ടി അഗ്നികൂട്ടം മുരൻ തൻ്റെ ശിരസ്സറുത്ത് അഗ്നിയിൽ ഹോമിക്കാനായിട്ട് തയ്യാറായി. വാളെടുത്തു, കഴുത്തിൻ്റെ നേരെ വാളങ്ങോട്ട് ഓങ്ങിയപ്പോഴത്തേക്കും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അരുതരുത്, സാഹസമൊന്നും ചെയ്യല്ലേ എൻ്റെ മുരാ, നിനക്ക് എന്താ വേണ്ടേ, എന്തു വരത്തിന് വേണ്ടിയായി ഈ തപസ് ചെയ്യണമെന്ന് വെച്ചു. അത് ശരി, അങ്ങനെയാണോ കാര്യം? എനിക്ക് ബ്രഹ്മാസ്ത്രം തരണം. ബ്രഹ്മാസ്ത്രമോ? എന്താ വേണ്ടേച്ചാൽ തരാമെന്നൊരു വാക്കും പറഞ്ഞു പോയി. മുരൻ ചോദിച്ചത് ബ്രഹ്മാസ്ത്രം. എന്താ ബ്രഹ്മാസ്ത്രത്തിൻ്റെ സ്വഭാവം എന്നറിയാമോ? ശത്രുക്കളെ നിഗ്രഹിച്ചല്ലാതെ കണ്ടിരിക്കില്ല. അതാ തൊടുത്ത് വിട്ടാൽ പിന്നെ ശത്രുനാശം ഉറപ്പാണ്. ബ്രഹ്മാസ്ത്രം ബ്രഹ്മാവ് പറയുകയും ചെയ്തില്ലേ തരാമെന്ന്, എന്താ വേണ്ടേച്ചാൽ തരാമെന്ന്. നിവർത്തിയില്ലാതെ കണ്ട് ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് കൊടുത്തു മുരന് ബ്രഹ്മാസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം എന്താ, അല്ലെങ്കിൽ തന്നെ ഉണ്ട് അഹങ്കാരം. ഇപ്പം അതൊന്നും കൂടി അങ്ങോട്ട് കൂടി. എന്നിട്ട് ഓരോറ്റ ദേവന്മാരെ, ഒരാളെയും മറ്റുള്ള തന്നെ പോലെയുള്ള രാക്ഷസന്മാരെയൊന്നും ദേവന്മാരെയൊന്നും ഒന്നുമില്ല. സർവത്ര ദിക്കുകൾ എല്ലാവർക്കും ഉപദ്രവം വിതച്ചുകൊണ്ട് മുരനങ്ങോട്ട് തുടങ്ങി ബ്രഹ്മാസ്ത്രപ്രയോഗം. ശക്തനാണ് സ്വതവേ മുരൻ. ദേവന്മാരെയും മഹർഷിമാരെയൊക്കെ അങ്ങോട്ട് തെരഞ്ഞു പിടിക്കുക, ഉപദ്രവിക്കുക. മഹർഷിമാരുടെ ആശ്രമത്തിൽ അവർ ചെയ്യുന്ന ഹോമാദി കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാകുക. അവിടെ രക്തം, മാംസകഷ്ണം ഒക്കെ കൊണ്ടിട്ട് അശുദ്ധാക്കുക, ആശ്രമങ്ങളൊക്കെ തീയിട്ട് നശിപ്പിക്കുക. ദേവന്മാരുടെ കാര്യം ഇതിലും കഷ്ടമാണ്. ദേവന്മാരെ പിടികൂടി വെള്ളത്തിലങ്ങോട്ട് മുക്കി പിടിക്കുക. ചിലരെ അങ്ങോട്ട് ചുഴറ്റി എറിഞ്ഞങ്ങോട്ട് മേപ്പട്ടൊക്കെ എറിയും. അതേപോലെയൊക്കെയുള്ള ഉപദ്രവങ്ങൾ. കുറേ കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് പൊറുതി മുട്ടി. അവരെന്ത് ചെയ്തു? വേഗം മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. എൻ്റെ മഹാവിഷ്ണു, ഭഗവാനെ, ഒരു നിവർത്തിയില്ല ഞങ്ങൾക്ക് ദേവലോകത്തൊന്നും ജീവിക്കാനായിട്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സമാധാനം മുരൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കി തരണം. ബ്രഹ്മദേവനാണ് ബ്രഹ്മാസ്ത്രം കൊടുത്തേക്കുന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കി തരണം
എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു ഞാൻ കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇനി അത് പിൻവലിക്കാൻ എന്നെ കൊണ്ടാവില്ല, നമുക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. വിഷ്ണുവിൻ്റെ അടുത്ത് വന്നപ്പോൾ വിഷ്ണു ശരി ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വിഷ്ണുവിന് തന്നെ അറിയാം മുരൻ അസാമാന്യ ശക്തിശാലിയാണ്. ബ്രഹ്മാസ്ത്രം കൂടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ രീതികളൊക്കെ യുദ്ധത്തിൻ്റെ രീതികളൊക്കെ ഒന്നും കൂടി അങ്ങോട്ട് കഠിനമാക്കുകയാണ്. മഹാവിഷ്ണുവിന് തന്നെ നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റുന്നൊരു തോന്നലില്ലാത്ത പോലെ ഒരു ഭയം അദ്ദേഹത്തിന് തന്നെ. അയ്യോ ഇങ്ങനെയായാലോ, ഞാൻ തന്നെ മാറി എന്നാലോ, പറ്റില്ല, പോയി നോക്കുക തന്നെ എന്ന് കരുതി മുരനോട് എതിർക്കാൻ തന്നെ പൊരുതാൻ തന്നെ തീരുമാനിച്ചു. മഹാവിഷ്ണു അങ്ങനെ മുരൻ്റെ അടുത്ത് ചെന്ന് മുരനുമായിട്ട് യുദ്ധം ചെയ്ത് മുരനുമായിട്ട് ഘോര യുദ്ധം നടന്നു. രണ്ടു കൂട്ടരും ശക്തനായ മുരനെ വധിക്കാനൊന്നും വിഷ്ണുവിന് സാധിച്ചില്ല. വിഷ്ണുവിന് സത്യം പറഞ്ഞാൽ വല്ലാത്ത ക്ഷീണമായി പോയി. മുരനെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് മാത്രം ആകെ നാണക്കേടും ക്ഷീണമൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് മാറി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പിന്നെ നോക്കാം എന്നുള്ള മട്ടിൽ ശ്രീകൃഷ്ണൻ അങ്ങ് പോയി. എവിടെ പോയി? ഇവിടെ ഹിമാലയ സാനുക്കളിൽ വേഗം ബദരി എന്ന് പറഞ്ഞാൽ ബദരീനാഥ്. ആ ബദരീനാഥിലെ ഒരു ഗുഹയുണ്ട്, സിംഹവതി എന്നാണ് ആ ഗുഹയുടെ പേര്. ആ ഗുഹയിൽ ഈ സിംഹവതി ഗുഹ സാധാരണ ആർക്കും അങ്ങനെ പ്രവേശിക്കാനൊന്നും പറ്റില്ല, ഉണ്ടെന്ന് തന്നെ അറിയില്ല. മാത്രമല്ല കുറച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ തോന്നി മുരനെ തൻ്റെ പുറകെ കാണാനുമില്ല. എന്നാൽ ശരി സിംഹവതിയിൽ പോയി കുറച്ച് ദിവസം വിശ്രമിക്കാം എന്ന് കരുതി മഹാവിഷ്ണു സിംഹവതി ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു. ബദരീനാഥിലുള്ള ഗുഹയാണ് കേട്ടോ. അവിടെ ചെന്ന പാടെ ആളൊക്കെ അങ്ങോട്ട് തീരെ വയ്യാണ്ടായി അങ്ങോട്ട് കിടന്നു കഴിയുമ്പോൾ മൂരനപ്പം ചെയ്തെന്താ? ആസൂരനല്ലേ, ബ്രഹ്മാസ്ത്രം കയ്യിലിട്ട് മായാജാലത്തിൽ അപ്രത്യക്ഷനായിക്കൊണ്ട് ശ്രീകൃഷ്ണനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഈ സിംഹവതി ഗുഹയിലേക്ക് അങ്ങ് പ്രവേശിച്ചു. അവിടെ ചെല്ലുമ്പോൾ എന്താ മഹാവിഷ്ണു അങ്ങനെ കിടക്കുക. നല്ല ഉറക്ക, ഒന്നും കൂടി മൂക്കാട്ടെ ഇപ്പം കൊല്ലാൻ നല്ല എളുപ്പമാണ് എന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും മഹാവിഷ്ണു കിടക്കുന്നതോടുകൂടി ഒന്ന് വിചാരിച്ചു താൻ ക്ഷീണമാണ് തനിക്ക്, എങ്കിലും യോഗമായാദേവിയെ അങ്ങോട്ട് ധ്യാനിച്ചു. യോഗമായാദേവി ആരാ? ദുർഗാദേവി ആരാ? ശ്രീകൃഷ്ണനോടൊപ്പം ജനിച്ചില്ലേ, യശോദയുടെ ഗർഭത്തിലുണ്ടായിരുന്ന യോഗമായ. ആ യോഗമായാദേവിയെ ധ്യാനിച്ചു. ഞാൻ വല്ലാണ്ട് വിഷമിക്കണമല്ലോ ദേവി, ഇനി എന്തൊരു വഴി വേണ്ടു, എനിക്ക് മുരൻ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കൊല്ലാനായിട്ട് ഇപ്പോൾ വരികയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ മുരൻ അങ്ങോട്ട് ചെന്ന് ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് തൊടുക്കാനായിട്ട് ശ്രീകൃഷ്ണനെ ലക്ഷ്യം വച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും യോഗമായാദേവി അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. അങ്ങോട്ട് പൊങ്ങി വന്നിട്ട് അസ്ത്രങ്ങൾ കൊണ്ടൊരു ശരവർഷം മുരൻ്റെ നേരെ. മുരന് അങ്ങും ഇങ്ങും തിരിയാന്ന് പറഞ്ഞില്ല, അതിനു മാത്രം ദേവിയുടെ ശരവർഷം. ഈ ശരവർഷം കൊണ്ട് ദേഹം മാസകലം മുറിഞ്ഞ മുരൻ എന്തിനു പറയണു, അവിടെ തളർന്ന് രക്തം വാർന്നൊഴുകി ആ ദിവ്യ കന്യകയായ യോഗമായാദേവി അങ്ങോട്ട് വിസ്മയിച്ച് അമ്പേറ്റ് ചെതറി മുരൻ ഒടുവിൽ അവിടെ അങ്ങോട്ട് മരിച്ചു വീഴുകയും ചെയ്തു. മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്നും ഉയിർക്കൊണ്ട യോഗമായാദേവിയുടെ അസ്ത്രമേറ്റ് മുരൻ അങ്ങോട്ട് മരിച്ചു. ഇത് ഗുഹയ്ക്കകത്ത് വെച്ച് നടക്കുന്ന സംഭവമാണ്. മഹാവിഷ്ണു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ യോഗമായാദേവി ദിവ്യ കന്യകാവേഷത്തിൽ നിൽക്കുകയാണ്. മുരനടുത്താണെങ്കിൽ ആ രക്തത്തിൽ കുളിച്ചു കിടക്കണു, മരിച്ചു കിടക്കണം മുരൻ്റെ അലർച്ച കേട്ടിട്ടാണ്, ആ പ്രാണം പോണ നേരത്ത് അമ്പ് കൊള്ളുമ്പോഴത്തെ അലർച്ച കേട്ടിട്ടാണ് മഹാവിഷ്ണു ഉണർന്നത്. ഉടൻ തന്നെ വിഷ്ണു കണ്ട കാഴ്ച, ദിവ്യ കന്യക നിൽക്കുന്നു തൻ്റെ മുൻപിൽ. മുരനാണെങ്കിൽ രക്തത്തിൽ കുളിച്ച് മരിച്ചും കിടക്കുന്നു. മഹാവിഷ്ണുവിന് വേഗം തന്നെ സന്തോഷമായി എന്ന് മാത്രമല്ല, ദേവിയെ തൊഴുതുകൊണ്ട് മഹാവിഷ്ണു പറഞ്ഞു, ഇന്ന് ധനുമാസത്തിലെ ഏകാദശിയാണ്, കൃഷ്ണൈക ഏകാദശി എന്നാണ് ഇതിന് പേര്. എൻ്റെ പെൺകുട്ടി ബാലികേ,
ഈ നാളിൽ ദേവി ഇന്നാണ് നീ പിറന്ന യോഗമായ എൻ്റെ ശരീരത്തിൽ നിന്നും പിറന്ന യോഗമായയായ നിൻ്റെ പേര് ഏകാദശി എന്നാണ്. കൃഷ്ണൻ്റെ ശരീരത്തിൽ നിന്ന് ഇന്നേ ദിവസം പിറന്ന നിൻ്റെ പേര് ഏകാദശി. ഇന്ന് കൃഷ്ണൈക ഏകാദശി. ആ വ്രതം നോൽക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതാണ് ധനുമാസത്തിലെ ഏകാദശി, കൃഷ്ണൈക ഏകാദശി. ഇതാണ് ഇന്നത്തെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണീ, കാര്യം പറയും കഥയാണീ. നന്ദി.